എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിന് കീഴിൽ സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അവസരം വന്നിട്ടുണ്ട്. 10ാം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് അവസരമുണ്ട്. 10ാം ക്ലാസ്, +2, ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് സർക്കാരിന് കീഴിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ജോലി അവസരമുണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ SSCയുടെ ഫേസ് 13 നോട്ടിഫിക്കേഷനാണ് വന്നിട്ടുള്ളത്. ഇത് പ്രകാരം സെൻട്രൽ ഗവൺമെൻറ്റിന് കീഴിലുള്ള വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലാണ് നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നത്. 10ാം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട്. ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ജൂൺ 23 സെലക്ഷൻ്റെ ഭാഗമായിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ഉണ്ട്. എക്സാം വരുന്നത് ജൂലൈ 24 മുതൽ ഓഗസ്റ്റ് 4 വരെ ആയിരിക്കും. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാനായിട്ട് ടോൾ ഫ്രീ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്നൊക്കെ നോക്കാം. ഇതിലേക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കാണ് വേക്കൻസി ഉള്ളത്. ഏകദേശം 365 പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ പോസ്റ്റുകളിലേക്കും അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട്. ഒന്നിൽ കൂടുതൽ പോസ്റ്റുകളിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഓരോ കാറ്റഗറിയിലും അപ്ലൈ ചെയ്യേണ്ടതാണ്. SC/ST ആപ്ലിക്കൻസിന് റിസർവേഷനുണ്ട്. റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നവർ സർട്ടിഫിക്കറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ OBC ആപ്ലിക്കൻസിനും റിസർവേഷനുണ്ട്. നോൺ ക്രിമിലിയർ ആയിരിക്കണം. EWS കാറ്റഗറിക്ക് റിസർവേഷനുണ്ട്. PWBD കാൻഡിഡേറ്റ്സിനും റിസർവേഷനുണ്ട്. ഇനി പ്രായപരിധി നോക്കാം. പ്രായപരിധി വരുന്നത് വിവിധ പോസ്റ്റുകൾക്ക് വിവിധ പ്രായപരിധിയാണ് വരുന്നത്. 18 മുതൽ 25 വയസ്സ് വരെ വരുന്നുണ്ട്. 18 മുതൽ 27 വരെ, 18 മുതൽ 28 വരെ, 18 മുതൽ 30 വരെ, 18 മുതൽ 35 വരെ, 18 മുതൽ 37 വരെ, 18 മുതൽ 42 വരെ, 20 മുതൽ 25 വരെ, 21 മുതൽ 25 വരെ, 21 മുതൽ 27 വരെ, 21 മുതൽ 28 വരെ, 21 മുതൽ 30 വരെ, 25 മുതൽ 30 വരെ. ഈ പ്രായപരിധി അനുസരിച്ചുള്ള ഇയർ ഓഫ് ബർത്തും കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഈ പറഞ്ഞ പ്രായപരിധി കൂടാതെ SC/ST കാറ്റഗറിക്ക് 5 വയസ്സിൻ്റെയും OBC കാറ്റഗറിക്ക് 3 വയസ്സിൻ്റെയും PWD കാൻഡിഡേറ്റ്സിന് 10 വയസ്സിൻ്റെയൊക്കെ ഏജിൽ ഇളവുണ്ട്. അതുപോലെ തന്നെ എക്സ് സർവീസ് മെന്നും ഏജിൽ ഇളവുണ്ട്. എക്സ് സർവീസ് മെൻ ആപ്ലിക്കൻസിന് ഫീസ് കൺസെഷനും ഏജ് റിലാക്സേഷനും റിസർവേഷനും ഒക്കെ ഉണ്ട്. ഗ്രൂപ്പ് C പോസ്റ്റുകളിലേക്ക് മാത്രമാണ് എക്സ് സർവീസ് മെന്നിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ SC/ST, OBC, EWS, PWBD, ESM കാറ്റഗറി ആണെങ്കിൽ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ അൺറിസർവ്ഡ് കാറ്റഗറി ആയിട്ടായിരിക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻ അവർ എടുക്കുന്നത്. ഇതിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഓരോ പോസ്റ്റിലേക്കും ഒന്നിൽ കൂടുതൽ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ ഓരോ പോസ്റ്റിലേക്കും സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം. സെപ്പറേറ്റ് ആയിട്ട് ഫീസും അടയ്ക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് എന്ന് പറയുന്നത് ssc.gov.in ആണ്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂൺ 23. അപ്പോൾ നമുക്ക് തസ്തികകൾ ഏതൊക്കെയാണെന്നൊക്കെ നോക്കാം. ഇതാണ് തസ്തികയുടെ ലിസ്റ്റ് വരുന്നത്. ഏകദേശം 365 പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലായിട്ടാണ് വേക്കൻസി വരുന്നത്. നമ്മളിവിടെ ആദ്യം നോക്കുന്നത് റീജിയൺ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇത് സെൻട്രൽ റീജിയൺ ആണ്. സെൻട്രൽ റീജിയണിലാണ് നിങ്ങൾക്ക് ജോലി വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ തസ്തികകൾ നോക്കാം. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ആദ്യം പറയുന്നത് ക്യാൻറ്റീൻ അറ്റൻഡൻ്റ് ആണ്. ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണെന്ന് കൊടുത്തിട്ടുണ്ട്. പ്രായപരിധി കൊടുത്തിട്ടുണ്ട്. ശമ്പളം കൊടുത്തിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. 10ാം ക്ലാസ് ആണ് യോഗ്യത വേണ്ടത്. അതിന് താഴേക്ക് നോക്കുകയാണെങ്കിൽ അടുത്ത പോസ്റ്റിന് ക്വാളിഫിക്കേഷൻ വേണ്ടത് +2 ആണ്. താഴേക്ക് വരുമ്പോൾ ഇവിടെ ഡിഗ്രിയുടെ പറയുന്നുണ്ട്. അങ്ങനെ വിവിധ യോഗ്യതയുള്ള തസ്തികകളാണ് വരുന്നത്. 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ ഡിഗ്രിയാണ് യോഗ്യത വരുന്നത്. ഇങ്ങനെ ഓരോ റീജിയൻ അനുസരിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് റീജിയണിലേക്ക് വേക്കൻസി വരുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് റീജിയണിലേക്കാണ് ജോലി വേണ്ടത് ആ റീജിയൻ എടുക്കുക. അവിടെയുള്ള പോസ്റ്റുകൾ നോക്കുക, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നോക്കുക. അതനുസരിച്ച് പോസ്റ്റ് കോഡ് കൂടെ നോക്കിയിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ്. അങ്ങനെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഒരുപാട് പോസ്റ്റുകളുണ്ട്. 365 പോസ്റ്റാണുള്ളത്. താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ആകെ വേക്കൻസി വരുന്നത്
2423 വേക്കൻസിയാണ്. താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപേക്ഷിക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. 100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. ഇനി വുമൺ കാൻഡിഡേറ്റ്സിനും SC/ST കാറ്റഗറിക്കും PWD കാൻഡിഡേറ്റ്സിനും എക്സ് സർവീസ് മെന്നും ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല. ബാക്കിയുള്ള എല്ലാവർക്കും 100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. ഇനി എക്സാം സെൻറ്റർ എവിടെയാണ് വരുന്നതെന്ന് നോക്കാം. കർണാടക കേരള റീജിയനാണ് KKR എന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ റീജിയണിൽ എക്സാം സെൻറ്റർ വരുന്നത് കണ്ണൂർ, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, എറണാകുളം, കൊല്ലം, തൃശ്ശൂരാണ് സെൻറ്റർ ഉള്ളത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങളപ്പോൾ വേക്കൻസി നോക്കുമ്പോഴത്തേക്കും KKR റീജിയൺ നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കേരളത്തിലുള്ള വേക്കൻസികൾ അറിയാൻ പറ്റും. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും 3 എക്സാം സെൻറ്റർ പ്രിഫറൻസ് കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ പ്രയോറിറ്റി ഓർഡർ അനുസരിച്ച് പ്രിഫറൻസ് കൊടുക്കാവുന്നതാണ്. അവിടെ എവിടെയെങ്കിലും ആയിരിക്കും നിങ്ങൾക്ക് എക്സാം സെൻറ്റർ വരുന്നത്. ഇനി എക്സാമിൻ്റെ സ്കീം എങ്ങനെയാണെന്ന് നോക്കാം. എക്സാം വരുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ്. 10ാം ക്ലാസ് +2 ഡിഗ്രി ലെവലായിരിക്കും ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ പാർട്ട് എയിൽ ജനറൽ ഇൻ്റലിജൻസ്, പാർട്ട് ബി ജനറൽ അവെയർനെസ്, പാർട്ട് സി ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡ്, പാർട്ട് ഡി ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് വരുന്നത്. 50 മാർക്സിനാണ് എക്സാം. നെഗറ്റീവ് മാർക്സ് ഉണ്ട്. എക്സാം ലാംഗ്വേജ് ഇംഗ്ലീഷിലായിരിക്കും. ചില പോസ്റ്റുകളിലേക്ക് സ്കിൽ ടെസ്റ്റ് ഉണ്ട്. അതായത് ടൈപ്പിംഗ്, ഡാറ്റ എൻട്രി, കമ്പ്യൂട്ടർ പ്രൊഫഷ്യൻസി ടെസ്റ്റൊക്കെ ഉണ്ടായിരിക്കും. വിശദമായിട്ട് സിലബസ് കൊടുത്തിട്ടുണ്ട്. മെട്രിക്കുലേഷൻ ലെവലിന് കൊടുത്തിട്ടുണ്ട്, +2 ലെവലിന് കൊടുത്തിട്ടുണ്ട്, ഡിഗ്രി ലെവലിനെയും കൊടുത്തിട്ടുണ്ട്. വിശദമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. എക്സാമിന് 10 ദിവസം മുമ്പ് നിങ്ങളെ സെൻറ്ററും ടൈം ടേബിളും ഒക്കെ അറിയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ എക്സാമിന് 2-3 ഡേയ്സ് മുമ്പ് അഡ്മിഷൻ സർട്ടിഫിക്കറ്റും കിട്ടുന്നതായിരിക്കും. അതായത് അഡ്മിറ്റ് കാർഡ് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ഈ അഡ്മിഷൻ സർട്ടിഫിക്കറ്റിൻ്റെ പ്രിൻ്റ് ഔട്ട് കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ എക്സാമിന് പോകുമ്പോഴത്തേക്കും ഈ അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് കൂടാതെ നിങ്ങൾ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോയും വാലിഡ് ഒറിജിനലായിട്ടുള്ള ഫോട്ടോ ID പ്രൂഫ് കൂടെ കൊണ്ടുപോകേണ്ടതാണ്. ഒന്നുകിൽ നിങ്ങളുടെ ആധാർ, അല്ലെങ്കിൽ ലൈസൻസ്, വോട്ടേഴ്സ് ID, പാൻ കാർഡ്, പാസ്പോർട്ട്, ഇങ്ങനെ ഏതെങ്കിലും ഫോട്ടോ ഉള്ളൊരു ID കാർഡ് കൂടി കൊണ്ടുപോകേണ്ടതാണ്. മറക്കരുത്. അഡ്മിറ്റ് കാർഡും കൂടാതെ 2 ഫോട്ടോയും അതുപോലെ തന്നെ ഫോട്ടോ IDയും കൊണ്ടുപോകേണ്ടതാണ്. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സും കൊണ്ടുപോകേണ്ടതാണ്. എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സാണ് കൊണ്ടുപോകേണ്ടതെന്ന് നോക്കാം. ഈ സർട്ടിഫിക്കറ്റ്സിൻ്റെ ഒക്കെ തന്നെ ഒറിജിനലാണ് കൊണ്ടുപോകേണ്ടത്. 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ്, +2ൻ്റെ സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ എല്ലാ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സും കൊണ്ടുപോവുക. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് ഓർ കാറ്റഗറി സർട്ടിഫിക്കറ്റ്, PWD ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, എക്സ് സർവീസ് മെൻ ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്. ഇത്രയും ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ കൊണ്ടുപോകേണ്ടതാണ്. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോഴത്തേക്കും ലൈവ് ഫോട്ടോ ആണ് എടുക്കേണ്ടത്. അപ്പോഴാണ് നിങ്ങൾ ഫോട്ടോ എടുത്ത് കൊടുക്കേണ്ടത്. നേരത്തെയുള്ള ഫോട്ടോ ഒന്നും അല്ല, ലൈവ് ഫോട്ടോ ആണ് ക്യാപ്ചർ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇവിടെ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. SC/ST സർട്ടിഫിക്കറ്റ്, OBC, PWD എല്ലാ സർട്ടിഫിക്കറ്റ്സിൻ്റെയും ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങളുടെ ഫോട്ടോ ഇതുപോലെ ആയിരിക്കണം വരേണ്ടത്. ഇനി പാടില്ലാത്ത എങ്ങനത്തെയാണെന്ന് നോക്കാം. ഇതുപോലെ ചെറുതായി പോകരുത്, ടു മച്ച് കളറ് വരരുത്, ടു ക്ലോസ് ആയിട്ടിരിക്കരുത്, ഇൻവേഴ്സ് ആയിട്ട് പോകരുത്. പിന്നെ ഇതുപോലെ ഗൂഗിൾസൊക്കെ വെച്ചിട്ട് കണ്ണാടിയൊക്കെ വെച്ചുള്ള ഫോട്ടോ ഒന്നും വെക്കരുത്. ബ്ലറാവാൻ പാടില്ല. അപ്പം ഇതൊക്കെ നോക്കിക്കോണം. അതുപോലെ തന്നെ ടു ഡാർക്ക് ആവരുത്, സൈഡ് ഫേസ് ആവരുത്, സ്പെക്സ് വെച്ചുകൊണ്ടിരിക്കുന്ന ആവരുത്, തൊപ്പി വെച്ചുകൊണ്ടിരിക്കുന്ന ആവരുത്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചോണം. കൃത്യമായിട്ടുള്ള കറക്റ്റ് ലൈവ് ഫോട്ടോ ആണ് നിങ്ങൾ എടുത്ത് കൊടുക്കാനായിട്ട്. ഇങ്ങനെ ഏതെങ്കിലും ആണ് ഫോട്ടോ വരുന്നതെന്നുണ്ടെങ്കിൽ റിജക്റ്റ് ആവുന്നതായിരിക്കും. ഇതാണ് അലൗഡ് ഫോട്ടോ, ഇതുപോലെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ. കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് അപേക്ഷിക്കാനായിട്ട് അവസരം വന്നിട്ടുണ്ട്. 10ാം ക്ലാസ്, +2, ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അവസരമുണ്ട്. താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.